Hello friends, welcome to the channel. Now, you can fee money no zero balance account actually online video fee money neo banking federal bank tie up zero balance account neo banking fully online work system neo banking normal banking compare അപ്പോൾ ഞാൻ അത് പറയാറ് ന്യൂ ബാങ്കിൽ നമുക്ക് ഇപ്പോൾ ജൂപ്പിറ്റർ ഫീ മണി ഉണ്ട് ജൂപ്പിറ്റർ ഉണ്ട് അപ്പോൾ ഫീ മണിയിൽ നമുക്ക് ഫീ മണിയാണ് ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ വെയിറ്റിംഗ് ലിസ്റ്റ് ഇപ്പോൾ ഫുള്ളി ലോഞ്ച് ആയിട്ടില്ല വെയിറ്റിംഗ് ലിസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഫുള്ളി ഡീറ്റെയിൽസും സംഭവങ്ങളൊന്നും ഡിസ്ക്ലോസും ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് ബുക്ക് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് ചാനൽ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയാണ് ചെക്ക് കൊടുത്തൊക്കെ മറക്കണ്ട കേട്ടോ പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് പോകാം അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്ലാതെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട ഇൻസ്റ്റാഗ്രാമോ ഞാൻ പറഞ്ഞത് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്മൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ പറയാൻ വന്നത് ഇപ്പോൾ ഫീ മണി എന്നൊക്കെ അറിയായിരിക്കും ഫീ മണി എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇറക്കുന്ന ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് റീസെൻ്റ്ലി അറിയായിരിക്കും നമ്മളിപ്പോൾ ഒരു വേറെ വീഡിയോ ഉണ്ടായിരുന്നു ഫീ മണിയുടെ നമ്മുടെ ഈ ഡെബിറ്റ് കാർഡ് നമുക്ക് ആദ്യം ഇത്ര കാലം ഫ്രീ കാർഡായിട്ടാണ് ഇറക്കിയത് അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു ഇഷ്യൂവൻസ് ചാർജ് വന്നു അതായത് ജോയിനിങ് ചാർജ് വന്നു ഇപ്പോൾ ആക്ച്വലി അതിന് ആനുവൽ ചാർജ് വന്നിട്ടുണ്ട് അപ്പോൾ അതായത് 199 ആനുവൽ ചാർജ് വന്നിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക അതെങ്ങനെ അതിൻ്റെ പ്രൊസീജിയർ സംഭവം ഫുള്ളൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫീ മണിയുടെ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റും ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് അതിൽ കൂടെ വേണമെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ബുക്ക് ചെയ്യാം പക്ഷേ ഇത് ആക്ച്വലി പ്രിഫറൻസ് കൊടുക്കുന്നത് ഓൾറെഡി ഫ്രീ അക്കൗണ്ട് ഉള്ള ആൾക്കാർക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഫ്രീ അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഞാൻ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതിൽ കയറിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫീ മണി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇത് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് വേറെ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആൾക്കാർക്കാണ് ഇത് ആക്ച്വലി പ്രിഫറൻസ് കൊടുക്കുന്നത് ഇവർ ആക്ച്വലി നമ്മളതിൽ ബുക്ക് ചെയ്തിട്ട് നമ്മൾ പ്രിഫറൻസിൽ അതിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ബുക്ക് ചെയ്യുമ്പോൾ അവർ കാണിക്കുന്നത് ഇൻ 4 വീക്ക് കാർഡ് വരുന്നതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുള്ളി പ്രൊസീജിയർ അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല നോർമലി ഇത്ര പെട്ടെന്ന് കാർഡ് വരാനുള്ള സാധ്യത എനിക്ക് കാണാനില്ല എന്താ വെച്ചാൽ അതിൻ്റെ ബ്യൂറോ ചെക്കും അതുപോലെ തന്നെ ഇൻകം ഡീറ്റെയിൽസ് ചെക്കിംഗ് ഒന്നും അവർ ചെയ്തിട്ടില്ല ഇതിൻ്റെ കൂടെ അപ്പോൾ ഇത് ചുമ്മാ അത് വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ബുക്ക് ചെയ്തുകൊണ്ട് കാർഡ് വരാനുള്ള സാധ്യതയൊന്നുമില്ല അതിന് വേറെ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ടായിരിക്കണം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ 4 വീക്കിൽ കാർഡിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് തോന്നുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജസും ഡീറ്റെയിൽസും ഒന്നും ഒരു ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല നോർമലി ഒരു ലൈഫ് ടൈം ഫ്രീ കാർഡ് ആവാനാണ് സാധ്യത എന്താ വെച്ചാൽ ഒരു ആദ്യം ഇറക്കുന്നൊരു കാർഡാണ് അപ്പോൾ അതുകൊണ്ട് ലെഫ്റ്റ് ആയിട്ട് ഇറക്കാനാണ് സാധ്യത വേണമെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് പ്രൊമോഷണൽ പീരീഡിലേക്ക് വേണമെങ്കിൽ LTF ആയിട്ട് ഇറക്കാനാണ് സാധ്യത അതായത് ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ട് ഇറക്കാനാണ് സാധ്യത അപ്പോൾ മാക്സിമം ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാൻ നോക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഡീറ്റെയിൽസ് ഒന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല ഇത് ആക്ച്വലി വരുന്നത് വിസ സിഗ്നേച്ചർ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എന്ന് വെച്ചാൽ പക്ഷേ വിസ സിഗ്നേച്ചറിൻ്റെ ഫുള്ളി ബെനിഫിറ്റ്സ് അതിൽ കൊടുക്കുന്നത് അതേപോലെ വിസ സിഗ്നേച്ചറിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എയർപോർട്ട് ലോഞ്ചസ് ഫ്രീ കിട്ടുന്നതൊക്കെ ആക്ച്വലി വിസൻ്റെ ബെനിഫിറ്റാണ് അപ്പോൾ അത് ആക്ച്വലി ഇതിലേക്ക് ഈ കാർഡിൽ കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല എന്ന് വെച്ചാൽ അതിന് ആക്ച്വലിയൊക്കെ വേറെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ ഇത് പുതിയൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ അവർ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇല്ല അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ബാക്കിയുള്ളവർ ഡിസ്ക്ലോസ് ചെയ്ത ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇതിൻ്റെ റിവാർഡ് സിസ്റ്റം ഡീറ്റെയിൽസ് ഒക്കെ അവർ ആക്ച്വലി കുറച്ചൊക്കെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എവിടെ പോയി ഇതിൽ നമുക്ക് ആക്ച്വലി കാറ്റഗറി സെലക്ട് ചെയ്യാൻ പറ്റും അതിൽ നമുക്ക് ടോപ്പ് 3 ബ്രാൻഡ്സിൽ നമുക്ക് ആക്ച്വലി 5x റിവാർഡ് പോയിൻറ്റ്സ് ആണ് അവർ നമുക്ക് ഈ കാർഡ് കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് കേട്ടോ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5x റിവാർഡ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഒരു 5% വേണമെങ്കിൽ പറയാം 5% താഴെയായിട്ട് വരും 5% കറക്റ്റ് ഉണ്ടാവില്ല 5x റിവാർഡ് പോയിൻറ്റ്സ് ഓൺ ടോപ്പ് 3 ബ്രാൻഡ്സിലേക്കാണ് വരിക പിന്നെ ബാക്കിയുള്ള എല്ലാ ബ്രാൻഡ്സുകളും നമുക്ക് 2x റിവാർഡ് പോയിൻറ്റ്സ് ആണ് കിട്ടുക കേട്ടോ പിന്നെ ആകെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഈ റിവാർഡ് പോയിൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്തിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ് ബാക്കിൽ കൺവേർട്ട് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം അതായത് നമ്മുടെ ബില്ല് ജനറേറ്റ് ആണെങ്കിൽ അതിലേക്ക് വേണമെങ്കിൽ ഡിസ്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ എയർലൈൻ മൈൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ എയർലൈൻസ് എന്ന് പറഞ്ഞിട്ട് എയർലൈൻ മൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ട് കിട്ടാനുള്ളത് വിസ്താരയുടെ സംഭവങ്ങളൊക്കെ കിട്ടാനുള്ളത് അതിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം വൗച്ചേഴ്സ് ഓഫ് ടോപ്പ് ബ്രാൻഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ 4 ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട് അതൊരു ബെസ്റ്റ് പരിപാടി തന്നെയാണ് കേട്ടോ നമുക്ക് ഓപ്ഷണലായിട്ട് എടുക്കാമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ഒരു ആക്ച്വലി കൊടുത്തേക്കുന്നത് പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതിൽ ആക്ച്വലി ഫസ്റ്റ് തന്നെ ഒരു പറഞ്ഞിരിക്കുന്നത് 5% നെവർ ലുക്ക് ദിസ് ഗുഡ് എന്നാണ് ഒരു ആക്ച്വലി പിന്നെ ടാഗ് ലൈൻ കൊടുത്തേക്കുന്നത് അതായത് ക്യാൻസൽ യുവർ അതർ ക്രെഡിറ്റ് കാർഡ് ദിസ് ഇസ് ദ വൺ ഗെറ്റ് 5% വാല്യൂ ബാക്ക് ഓൺ യുവർ സ്പെൻഡ് എന്നാണ് പറയുന്നത് വാല്യൂ ബാക്ക് എന്ന് പറയുന്നത് കറക്റ്റ് ഡിസ്കൗണ്ട് അല്ല കേട്ടോ 5x റിവാർഡ് പോയിൻറ്റ്സിനാണ് ഒരു വാല്യൂ ബാക്ക് എന്ന് പറയുന്നത് അത് നിങ്ങൾ തെറ്റിയിരിക്കേണ്ട അപ്പോൾ ഇത്രയ്ക്ക് ഡീറ്റെയിൽസാണ് അവർ കൊടുത്തേക്കുന്നത്
അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഫീ മണി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഹോപ്പ് വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും പേരും കൊടുത്തിട്ട് നമുക്ക് ആക്ച്വലി വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. രണ്ടാം ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.